ഹലോ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഒന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. സൺസ്ക്രീൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഷെയ്ഡിൻ്റെ സൺസ്ക്രീൻ SPF 40 ഉള്ള ഓയിൽ ഫ്രീ ആൻഡ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ. ഇത് ആക്നി ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൺസ്ക്രീനാണ്. നിങ്ങൾക്ക് ആക്നി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി സൺസ്ക്രീനാണ്. ഞാനിപ്പോൾ ഒത്തിരി നാളുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ്, എല്ലാ ഷെയ്ഡിൻ്റെ സൺസ്ക്രീൻ. പിന്നെ ഞാൻ ഐബ്രോസ് ആണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. 2 ഐബ്രോസും ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡാസ്ലറിൻ്റെ ഐലൈനർ ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കണ്ണ് എഴുതാൻ ആദ്യം കാജൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാ കാജൽ ഉപയോഗിച്ച് 2 കണ്ണ് ഞാൻ താഴെ എഴുതി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മുകളിൽ ഐലൈനർ വെച്ചിട്ടാണ് എഴുതുന്നത്. നമ്മുടെ ഡാസ്ലറിൻ്റെ ഐലൈനർ വെച്ചിട്ടാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. ഞാൻ കണ്ണെഴുതുന്ന വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക്, കാണാൻ താല്പര്യമുള്ളവർക്ക് കയറി കണ്ടു നോക്കാം. പിന്നെ കാക്കയുടെയൊക്കെ സൗണ്ട് ഉണ്ട്, ഞാൻ വെളിയിൽ ഇരുന്നാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ബെൽ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. കാക്കയുടെ സൗണ്ടൊന്നും കാര്യമാക്കല്ലേ, വെളിയിൽ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ലവ് എർത്ത് ബി ദ ചേഞ്ച് എന്ന് പറഞ്ഞ മൾട്ടി പോട്ടായിട്ടുള്ള ഒരിതാണ്. ഇത് ലിപ്സിലും ചീക്കിലും ഐലിഡിലും നമുക്ക് ഉപയോഗിക്കാം. ക്രീമി മാറ്റാണ് ഇത്. ഞാൻ നൈക്കയെന്നാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഞാൻ 2 കണ്ണിൻ്റെ മുകളിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്നൊന്നും ഇങ്ങനൊന്നും ചെയ്യാറില്ല. വല്ലപ്പോഴും എങ്ങാനും എനിക്ക് നല്ല രീതിയിൽ നല്ലതായിട്ട് ഒരുങ്ങാമെന്ന് തോന്നുമ്പോഴേ ചെയ്യത്തുള്ളൂ. അടുത്ത ഞാൻ എടുത്തിരിക്കുന്നത് സെബാമെഡിൻ്റെ ലിപ് ബാമാണ്. നല്ലൊരു ലിപ് ബാമാണ്. നിങ്ങൾക്ക് നല്ലൊരു ലിപ് ബാം വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. SPF 30 ആണിത്. ലിപ് കെയറിന് നല്ലതാണ് ഇത്. ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് മാറ്റാനും ചാബിൾ ലിപ്സ് മാറ്റാനും എല്ലാം നല്ലതാണ്. അപ്പോൾ ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ മണ്ടയ്ക്കാണ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് അങ്ങനെയാണ്. ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ലിപ്പിനൊരു കെയർ കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഐടെക്സിൻ്റെ ഒരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ എടുക്കാൻ നോക്കിയിട്ടൊന്നും അത് വരുന്നില്ലായിരുന്നു, ഇങ്ങനെ ചുരുണ്ടി പോവാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു തരത്തിൽ അതെടുത്ത് വെച്ചു, പൊട്ടെടുത്ത് വെച്ചു. എനിക്ക് ഏത് രീതിയിൽ ഒരുങ്ങിയാലും എനിക്ക് പൊട്ട് വെക്കണം, അതെനിക്ക് നിർബന്ധം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് അല്ലെങ്കിൽ ലുക്ക് കംപ്ലീറ്റ് ആകത്തില്ല, എനിക്കൊരു ഇത് തോന്നത്തില്ല പൊട്ട് വെച്ചില്ലെങ്കിൽ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. അപ്പോൾ നമ്മൾ പൊട്ടൊക്കെ വെച്ചു. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഹെയർ സെറ്റ് ചെയ്യാമെന്നാണ്. വലിയൊരു ടാസ്ക്കാണത്. കാരണം എൻ്റെ മുടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നനഞ്ഞ മുടിയാണെങ്കിൽ ഭയങ്കര പാടാണ് ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ ഒട്ടിയിരിക്കും മുടി. ഇതിപ്പം ഞാൻ മുടി പിന്നിയിട്ടിട്ട് മടക്കി കെട്ടിയിട്ട് അഴിച്ചെടുക്കുമ്പോഴാണ് എൻ്റെ മുടി ഇങ്ങനെ കിടക്കുന്നത്. നല്ല ഇതിൽ കിടക്കും. അതാകുമ്പോൾ നമുക്ക് മുടിയൊക്കെ കെട്ടുമ്പോഴും നല്ലൊരു ഇത് തോന്നിക്കും. ഞാനിതെങ്ങനെ കെട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ നിന്ന് മുടി എടുത്തിട്ട് ചുരുട്ടി മണ്ടയ്ക്കൂനെ ചുരുട്ടി വന്നിട്ട് അത് ആ ഭാഗം മാത്രം പിടിച്ചിട്ട് സ്ലൈഡ് കുത്തുവാണ്. അങ്ങനെയാണ് ഞാൻ ഹെയർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ മുടി ചെയ്ത് കഴിഞ്ഞാണ് എനിക്ക് ഇങ്ങനെയൊക്കെ കെട്ടുമ്പോൾ നല്ലൊരു ഭംഗി തോന്നാറ്. അല്ലാതെ എൻ്റെ മുടി കൊള്ളില്ല. അപ്പുറത്തെ സൈഡ് നമ്മൾ അതുപോലെ പിടിച്ച് സ്ലൈഡ് കുത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ലവ് യു.